നമ്മളിനി കടക്കുന്നത് മഴ വാർത്തയിലേക്കാണ്. വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട മുതൽ പാലക്കാട് വരെ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ രാത്രിയും മഴ തുടർന്നു. തിരുവനന്തപുരം ആറാംകല്ലിൽ കാറിന് മുകളിൽ മരം വീണുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. തൊളിക്കോട് സ്വദേശി മോളിയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം സംഭവിച്ചത്. ലൂരിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ്, എറണാകുളത്ത് നിന്ന് അസിഫ് മുഹമ്മദ്, കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സെട്ട്, അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ആദ്യം കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളാണ്. ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട്. ഇർഫാൻ, ശക്തമായ പെരുമഴ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ജില്ലയിൽ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇർഫാൻ? വീണ, കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്ക് ഒരൽപ്പം ശമനം ഇപ്പോൾ ഉണ്ട് എന്ന് പറയാൻ കഴിയും. എങ്കിലും വരും മണിക്കൂറുകൾ കാലാവസ്ഥ സ്ഥിതിയും മാറി മറിഞ്ഞേക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് കോഴിക്കോടും കണ്ണൂരും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴയ്ക്കാണ് കോഴിക്കോട് വരും മണിക്കൂറുകളിൽ പ്രവചനം ഉള്ളത്. തീരദേശ മേഖലയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും ഒരുപോലെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയും വലിയ രീതിയിൽ കോഴിക്കോട് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഇന്നലെ അർദ്ധരാത്രിയും മരങ്ങൾ കടപുഴകി വീണ് ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എങ്കിലും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നൊരു പണി ചെയ്തതോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിച്ചൽ പോലുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാമായി പലയിടത്തും മണ്ണിടിച്ചൽ കാര്യമായി ഉണ്ടായിരുന്നു. താമരശ്ശേരി ചുരത്തിൽ ഉൾപ്പെടെ മണ്ണിടിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അനിഷ്ട സംഭവങ്ങളും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരം തന്നെയാണ്. കാസർഗോഡും അതോടൊപ്പം തന്നെ മലപ്പുറത്തും പാലക്കാടും സ്ഥിതി വ്യത്യസ്തമല്ല. മഴയുണ്ടെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരം തന്നെയാണ്. കണ്ണൂരിൽ വളപട്ടണം പുഴ കരകവിഞ്ഞൊഴുകുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലും സമാനമായ സാഹചര്യമുണ്ട്. പുഴകൾ ചാലിയാറും ചെറുപുഴയും അതോടൊപ്പം തന്നെ മറ്റ് പുഴകളെല്ലാം കരകവിഞ്ഞൊരുങ്ങുന്ന ഇരവിഞ്ഞി പുഴയൊക്കെ കരകവിഞ്ഞൊരുങ്ങുന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നും അത് തന്നെയാണ് സ്ഥിതിയിൽ ആ വിഷയത്തിൽ മാറ്റമില്ല. മാത്രമല്ല, ഏത് ഒരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾ സുസജ്ജമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. താലൂക്ക് കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൻ്റെയും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസും ഫയർഫോഴ്സും റവന്യൂ വിഭാഗങ്ങളെല്ലാം സുസജ്ജം തന്നെയാണ്. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഈ ജില്ലാ ഭരണകൂടങ്ങൾ സജ്ജം തന്നെയാണ്. മാത്രമല്ല, ഈ തീരദേശ മേഖലയിലും കാര്യമായ മഴ ലഭിക്കുന്നുണ്ട്. കടലിൽ പോകുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ തിരമാലയ്ക്കും വലിയ രീതിയിലുള്ള കാറ്റിനും സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയും പൂർണ്ണമായും അടച്ചൊരു സാഹചര്യമാണ്. മന്ത്രി കെ രാജൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിനായാൽ പോലും ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങളും നൽകുന്നത്. വിനോദസഞ്ചാര മേഖലയിലേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, പാതകളിൽ യാത്രയ്ക്ക് നിരോധനമുണ്ടായിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ്. ഉരുൾപൊട്ടൽ ഭീഷണിയും ജില്ലയുടെ പല ഭാഗത്തുമുണ്ട്. ബൈപ്പാസിൻ്റെ പണി നടക്കുന്ന കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയെല്ലാം ഇന്നലെ മണ്ണിടിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ പോകുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. കോഴിക്കോട് ജില്ലയുടെ നഗരഭാഗത്ത് ഇപ്പോൾ ഒരല്പം മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വടക്ക് കിഴക്കൻ ഭാഗത്തെല്ലാം കാര്യമായി മഴ പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയുവാൻ കഴിയുന്നത്. എങ്കിലും വലിയ കാര്യമായ അപകടങ്ങളോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളോ ഇല്ല എന്നുള്ളത് കോഴിക്കോട് നിന്ന് അല്പം ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. രാവിലെ മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. ആസിഫ് മുഹമ്മദ് എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. ആസിഫ്, കൊച്ചിയെ സംബന്ധിച്ച് മഴ പെയ്താൽ വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു ജില്ലയായി കൊച്ചി എറണാകുളം മാറുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് മഴ പെയ്യുന്നത്? പക്ഷേ നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും ഇന്ന് എറണാകുളത്ത് അവധി നൽകിയിട്ടുമില്ല. തീരദേശ മേഖലകളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇന്ന് എറണാകുളത്തിന്റെ സാഹചര്യം എന്താണ് ആസിഫ്?
എറണാകുളത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മഴ കുറവുള്ള ഒരു സാഹചര്യമുണ്ട്. പുലർച്ചെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ചെറിയ ചാറ്റമഴ മാത്രമാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ലാതെ അപ്പുറത്തേക്ക് കാര്യമായ മഴ എറണാകുളം ജില്ലയിലില്ല. പക്ഷേ മധ്യകേരളത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മധ്യകേരളത്തിൽ പൊതുവെ ഇന്ന് മഴ മധ്യകേരളത്തിലുള്ളത്. നമുക്ക് ഇന്നലെ ആലുവ പുഴയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. ഇന്ന് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നലെ മണപ്പുറത്തേക്കുള്ള ആലുവ ക്ഷേത്രത്തിനും ഇന്നലെ വെള്ളം കയറിയിരുന്നു. എന്നാൽ ഇന്ന് അത് നല്ല രീതിയിൽ ഇറങ്ങി. ഇന്നലെ പ്രളയ മുന്നറിയിപ്പ് ലെവലോളം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സംഗതി എറണാകുളം ജില്ലയിലെ ഇന്നലെ 3 ഇടങ്ങളിലാണ് എറണാകുളം ജില്ലയിൽ പെരിയാറിലും മൂവാറ്റുപുഴയാറിലുമായി പ്രളയ മുന്നറിയിപ്പ് ലെവലിന് മുകളിലേക്ക് വെള്ളം എത്തിയത്. ഇപ്പോൾ ആശങ്കയുടെ സാഹചര്യം ജില്ലയുടെ പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വെള്ളം കുറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം ഇന്നലെ രാത്രി എറണാകുളം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ മഴയുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടങ്ങളിൽ 31 വീടുകൾ ഭാഗികമായി തകർന്നിരുന്നു. അങ്ങനെ ആ ഒരു നാശനഷ്ടത്തിന്റെ കണക്കുകൾ അടക്കം മാത്രമാണുള്ളത്. അതിൽ ഒരു വീട്ടിലെ 4 കുടുംബങ്ങളാണ് അവിടെ കഴിയുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ തുറക്കാനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ സംഗതിയാണ്. തീരദേശ ലെവലിൽ അടക്കം കടൽക്ഷോഭത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 2 ദിവസം അതിനു മുമ്പുണ്ടായതുപോലെ രൂക്ഷമായ കടൽക്കയറ്റം ഉണ്ടാവുകയും വീടുകളിലേക്ക് വലിയ രീതിയിൽ വെള്ളമോ ചെല്ലുകയോ കയറുന്ന സാഹചര്യവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രദേശം. എന്തായാലും ഇപ്പോൾ പെരിയാറിൽ എന്തായാലും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു നിൽക്കുന്നത് ആശ്വാസകരമായ സംഗതിയാണ്. ഇന്നലെ നമ്മളിപ്പോൾ വീട്ടിലെ പ്രദേശത്തടക്കം പ്രളയ മുന്നറിയിപ്പ് ലെവലിന് മുകളിൽ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിൽ വെള്ളം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം കുഞ്ഞിക്കര അടക്കമുള്ള ദ്വീപുകളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളം താഴ്ന്നു തുടങ്ങിയത് അത് വലിയ ആശ്വാസകരമായ സംഗതിയാണ്. പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ ഇടുക്കി, ആലപ്പുഴ, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മധ്യകേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. കോട്ടയത്തെ വിവിധ പ്രദേശങ്ങളിലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള യാത്രാ നിരോധനം അടക്കം നിലനിൽക്കുന്നുണ്ട്. ഇടുക്കിയിലേക്കുള്ള രാത്രി യാത്രാ നിരോധനം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴ ഇന്ന് പലയിടത്തും എന്നും കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാത്രികാലങ്ങളിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് മലയോര മേഖലയിൽ അടക്കം കാര്യമായ മഴ ചില ജില്ലകളിൽ ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയടക്കം മലയോര മേഖലകളിൽ മഴയുണ്ടായിരുന്നെങ്കിൽ പോലും പുഴയിലേക്കുള്ള നീരൊഴുക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടമലയാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ എറണാകുളം ജില്ലയിൽ ഇടമലയാർ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 155 മില്ലിമീറ്റർ മഴയാണ് ഇടമലയാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ ലഭിച്ചത്. ഇന്ന് പൊതുവെ പുഴകളിലേക്കും ഡാമുകളിലേക്കുമുള്ള നീരൊഴുക്ക് കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ സംഗതിയാണ്. അതായത് പെരിയാറിലെ പ്രളയ മുന്നറിയിപ്പ് ലെവലോളം എത്തിയ വെള്ളം ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എറണാകുളം ജില്ലയുടെ പെരിയാറിന്റെ തീരത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചും ഒരു ആശങ്ക അകറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം രാവിലെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും കുറഞ്ഞ ഇടയ്ക്ക് പെയ്തു പോകുന്ന മഴ മാത്രമാണ് നിലവിൽ എറണാകുളം ജില്ലയിലുള്ളത്. നമുക്കറിയാം ഇന്നലേക്ക് വലിയ രീതിയിൽ രാവിലെ തുടങ്ങിയ മഴ ഉച്ചവരെ നിന്ന് പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉച്ചയോടുകൂടി തന്നെ പെരിയാറിൽ പ്രളയ മുന്നറിയിപ്പ് ലെവലോളം ഈ മാർത്താണ്ഡവർമ്മപ്പാളത്തിന് സമീപത്ത് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. മറ്റിടങ്ങളിലും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി വെള്ളത്തിന്റെ അളവ് വലിയ രീതിയിൽ കുറയുകയും ഇപ്പോൾ രാവിലെ ആയപ്പോൾ അത് നന്നായിട്ട് താഴുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ആലുവ പെരിയാറിന് കുറുകെയുള്ള നടപ്പാലം, ആലുവ മണപ്പുറത്തേക്കുള്ള നടപ്പാലം, ഇന്നലെ ഈ ഒരു നടപ്പാലത്തിന്റെ ഈ ഒരു ഭാഗത്തുകൂടിയൊന്നും നമുക്ക് നടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിക്കൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ നടന്ന് നടപ്പാലത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നടപ്പാലം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. കാരണം സ്കൂൾ കുട്ടികളടക്കം എത്തി ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും മറ്റും ഇന്നലെ അപകടകരമായ സാഹചര്യം ഉണ്ടായി. അത് വിലയിരുത്തിയാണ് ഇന്നലെ നടപ്പാലത്തിലേക്കുള്ള എൻട്രി ഇപ്പോൾ പോലീസ് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞ നിൽക്കുകയാണ് എറണാകുളം ജില്ലയിൽ എന്നാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയാൻ കഴിയുക. ആസിഫ്, നമ്മൾ കണ്ടതാണ് ഈ വൈപ്പിൻ ചെല്ലാനം ഭാഗത്തൊക്കെ തീരദേശവാസികൾ ഈ കടൽ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കടൽ ഭിത്തി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തതൊക്കെ. അപ്പോൾ ഈ തീരദേശ മേഖലകളിലൊക്കെ മഴ ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ആളുകളുണ്ട്, അവിടുത്തെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ആസിഫ്?
തീർച്ചയായും നമ്മൾ ഇന്നലെ ഇടവനക്കാടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോയിരുന്നില്ല. മന്ത്രി രാജീവ് ആ പ്രദേശം സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള കടൽക്കയറ്റം ഉണ്ടായതുപോലെയുള്ള കടൽക്കയറ്റം ഇല്ല എന്നല്ല, അത്രയ്ക്ക് വളരെ രൂക്ഷമായ കടൽക്കയറ്റം ഉണ്ടായി ആ പ്രദേശത്തെ വീടുകൾ ഒന്നാകെ മുങ്ങിപ്പോകുന്ന അവസ്ഥ കഴിഞ്ഞ 2 ദിവസമായി ഇല്ല എന്നുള്ളതാണ് നമുക്ക് പൊതുവെ പറയാൻ കഴിയുക. എന്നെങ്കിൽ പോലും തീരദേശത്തെ ചില വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. ചെല്ലാനത്ത് നമുക്ക് കണ്ണമാലി പ്രദേശത്ത് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നുണ്ട്. എങ്കിൽ പോലും അന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പുണ്ടായിരുന്ന പോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ കൂട്ടത്തോടെ മാറ്റേണ്ടി വരുന്ന സാഹചര്യമോ മറ്റോ നിലവിൽ അവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. തീരദേശ മേഖലകളിലെ പൊതുവെ കടൽക്കയറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും വലിയ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. മഴ ശക്തമായി നിലനിൽക്കുന്നതിന്റെ ഭാഗമായുള്ള വെള്ളക്കെട്ട് പ്രശ്നങ്ങളും അവിടെയും നിലനിൽക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ പറവൂരിൽ മാത്രമാണ് നിലവിലൊരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന സാഹചര്യമുള്ളത്. മറ്റിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടവും താലൂക്ക് അധികൃതരും അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വരുന്ന സാഹചര്യം അവിടെ ഇല്ല എന്നാണ് നമുക്ക് പൊതുവെ പറയാൻ കഴിയുക. വെള്ളം ഇറങ്ങി തുടങ്ങിയത് പലയിടത്തും ആശങ്ക ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ഒഴിയുന്ന ഒരു സാഹചര്യവും എന്തായാലും നിലവിലുണ്ട്. നമുക്ക് ഇന്നലെ ഏറ്റവും വലിയ ആശങ്ക ഉണ്ടായിരുന്നത് പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ജലനിരപ്പ് ഉയർന്നു വരുന്നതായിരുന്നു. അതിപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. ആശ്വാസകരമായ വാർത്തയാണ്. രാവിലെ മഴയധികം പെയ്തിട്ടില്ല, ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട് എന്നാണ് അസിഫ് മുഹമ്മദ് നൽകുന്ന വിവരം. തിരുവനന്തപുരത്തേക്കാണ് ഇനി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, തിരുവനന്തപുരത്ത് നിന്ന് ഏത് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? മഴ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇന്ന്? സംസ്ഥാനത്ത് എങ്ങും ശക്തമായ പെരുമഴയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഓരോ ജില്ലകളിൽ നിന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും പറയുന്നുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട മുതൽ പാലക്കാട് വരെ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, ഇന്ന് ഏത് അലേർട്ടാണ് തിരുവനന്തപുരത്ത് നൽകിയിട്ടുള്ളത്? ഒപ്പം തന്നെ മഴ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇന്ന്? അത് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് തിരുവനന്തപുരത്തിന്റെ പല മേഖലകളിലും ഉണ്ടായിട്ടുള്ളത്. കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അടക്കം കനത്ത മഴ തുടരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഈ നഗരമേഖലകളിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷെ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ തെക്കൻ ചൈന കടലിലും ഒപ്പം വിയറ്റ്നാമിന് മുകളിലുമൊക്കെ ഈ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതോടുകൂടി ബംഗാൾ ഉൾക്കടലിലേക്ക് ഈ ന്യൂനമർദ്ദം പ്രവേശിക്കും. അങ്ങനെ ഈ 19-ാം തീയതിയോടുകൂടി ന്യൂനമർദ്ദമായി മാറുന്നതോടുകൂടി വീണ്ടും മഴ കനക്കുമെന്ന് തന്നെയാണ് സൂചനയുള്ളത്. നിലവിൽ ഈ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ടാണ് തുടരുന്നത്. ഇന്നലെ രാത്രി ഉൾപ്പെടെ കനത്ത മഴയിൽ വിവിധ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലടക്കം യാത്രാ വിലക്ക് തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി ഈ പേരൂർക്കട ഉൾപ്പെടെയുള്ള ഭാഗത്ത് മരം ഉൾപ്പെടെ വീണ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊരാൾ മരണപ്പെടുകയും ഉണ്ടായിരുന്നു. പാരപ്പാറ സ്വദേശി മോളിയാണ് മരിച്ചത്. ഒപ്പം കാറിൽ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില സംഭവങ്ങളടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മലയോര തീരദേശ മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. ഈ ഉരുൾപൊട്ടലിനും ഒപ്പം തന്നെ മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാലാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ നമുക്കറിയുന്ന പോലെ 8 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധിയുണ്ട്. പക്ഷെ അതിൽ തിരുവനന്തപുരമില്ല. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി നൽകിയിരിക്കുന്നത്. നഗരമേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട ചില സാഹചര്യങ്ങൾ അടക്കം രാത്രി ഉണ്ടായിട്ടുണ്ട്. ഈ കനത്ത മഴ തുടർന്നതിനെ തുടർന്ന് നിരവധി കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മഴ അല്പം ശമിച്ചു തുടങ്ങുകയായിരുന്നു ഈ നഗരമേഖലകളിൽ പ്രധാനമായിട്ടും. പക്ഷെ തീരദേശ മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മണിക്കൂറുകളിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത അടക്കമുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും ഒപ്പം തീരദേശവാസികൾക്കും ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശത്തിനുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശാണ് ചേർന്നത്.
ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴും നിർത്താതെ പെയ്യുന്ന മഴ പെയ്യുകയാണ്. എന്നാൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അഞ്ജു ജയപ്രകാശ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വയനാട്ടിലേക്കാണ്. അനഘ റീജ ഭരതൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അനഘ, ഏത് അലേർട്ടാണ് ഇന്ന് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്? മഴ ഏത് രീതിയിലാണ് അവിടെ നിലനിൽക്കുന്നത്? ഒപ്പം തന്നെ കൽപ്പറ്റ ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം അനഘ? വീണ, നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി അടക്കം ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയും ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലടക്കം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മലയോര മേഖലകളിലടക്കം ഇത്തരത്തിൽ മണ്ണിടിച്ചിലിന്റെയും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിന്റെയും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് നിലവിൽ ഇപ്പോൾ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും മണ്ണ് മാറ്റി ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഒരു ശ്രമം നടന്നു വരികയാണ്. ഏതായാലും നമുക്ക് അറിയാം, ഇന്നലെ തന്നെ കല്ലൂർ പുഴയും നൂൽപ്പുഴയും അടക്കം കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സുൽത്താൻ ബത്തേരി താലൂക്കിലാണ് ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത്. 5 ക്യാമ്പുകളാണ് നിലവിൽ താലൂക്കിൽ ഇതുവരെ തുറന്നിട്ടുള്ളത്. ഈ നെന്മേനി ഭാഗങ്ങളിലുള്ള ആളുകളെ, നെന്മേനി ഭാഗത്താണ് ഇത്തരത്തിൽ കൂടുതലായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകൾ, അതായത് ഏറ്റവും അധികം വെള്ളം കയറിയതും ഇത്തരത്തിൽ നെന്മേനി ഭാഗത്താണ്. മാത്രമല്ല നീലഗിരിയിൽ പെയ്യുന്ന ശക്തമായ മഴയും ഇത്തരത്തിൽ കല്ലൂർ പുഴയിലേക്കും അതുപോലെ നൂൽപ്പുഴയിലേക്കും വെള്ളം കയറുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീലഗിരിയിൽ പെയ്യുന്ന മഴയും ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. കൽപ്പറ്റയിൽ നിലവിൽ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ഇന്നലെ കളക്ടർ ഉത്തരവിട്ടത് പ്രകാരം കോറികളുടെ പ്രവർത്തനാനുമതി നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. എന്നൂരിലേക്കുള്ള പ്രവേശനവും ഇന്നലെ നിരോധിച്ചിരുന്നു. മാത്രമല്ല 900 കണ്ടി ഉൾപ്പെടെയുള്ള ട്രക്കിംഗ് പോയിന്റുകളിലേക്കും ഇത്തരത്തിലുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിട്ടിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും പ്രാദേശികമായി മഴയുടെ അളവ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കാരാപ്പുഴ അതുപോലെ തന്നെ ബാണാസുര ഡാം എന്നിവിടങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മഴ ഇനിയും 2 ദിവസങ്ങളിലടക്കം ഇന്നടക്കം മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കാരാപ്പുഴ ഡാമും അതുപോലെ തന്നെ ഈ ബാണാസുര ഡാം അടക്കം തുറക്കുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ പടിഞ്ഞാറത്ര അതുപോലെ പനമരം പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇത്തരത്തിൽ വെള്ളത്തിനടിയിലാവാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഏതായാലും ജില്ലയിൽ നിലവിൽ ഇപ്പോഴും മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിലടക്കം മഴ തുടരുകയാണ്. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പരമാവധി യാത്രകൾ കുറയ്ക്കാനും വെള്ളക്കെട്ടുകളിലേക്ക് ഇറങ്ങരുത് എന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്, പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അനഘ റീജ ഭരതനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. രമ്യ ദാസ് മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. രമ്യ, ഇന്ന് കാലവർഷം ശക്തമായതിന്റെ ഭാഗമായി മലപ്പുറത്ത് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? വീണ, ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. അത് ഏറെ ആശ്വാസകരം കൂടിയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി പെയ്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 35ഓളം വീടുകൾക്ക് ഭാഗികമായി തകർച്ച സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണും ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു 9.9 ഹെക്ടർ കൃഷിനാശവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി വളാഞ്ചേരിയിൽ ഇതുപോലെ മഴ മൂലം കുളത്തിൽ വീണ് ഒരാളുടെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇന്ന് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഒരു തെളിഞ്ഞ അന്തരീക്ഷം കൂടിയാണ് വീണ ഇന്നുള്ളത്. ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. വീണ, ശരി, എന്തായാലും വ്യക്തമാണ്. വടക്കൻ കേരളത്തിൽ മഴ തുടരുന്നുണ്ട്. പക്ഷേ ആശ്വാസകരമായ വാർത്ത, ഇന്ന് രാവിലെ മുതൽ പല ജില്ലകളിലും മഴ അല്പം കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് കാണുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളാണ് മഴയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.